ഹായ് ഓൾ, നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ ട്രേഡിംഗ് പ്ലാൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മുടെ നോക്കൌട്ട് സ്റ്റേജിൽ ബ്രസീലും അതേപോലെ തന്നെ ജപ്പാനും തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. നമ്മുടെ FX കാർട്ടലിന്റെ അബുദാബിയിലുള്ള ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാച്ച് നിങ്ങൾക്ക് കാണാനും അതേപോലെ തന്നെ ന്യൂയോർക്ക് സെഷൻ ആണ് ആ ഒരു ടൈമിൽ. അവിടെ നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികൾ വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു ബ്രസീലിന്റെ ഫാൻസും അതേപോലെ ബ്രസീലിന്റെ തോൽവി കാണാനായിട്ട് കാത്തിരിക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ വരാം. ആ ഒരു വിഷമം മാറ്റി തരാനായിട്ട് നല്ലൊരു ട്രേഡ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് തരാം. ഇനി നമ്മുടെ ഇന്നത്തെ ലെവൽസ് ഡിസ്കസ് ചെയ്യാം. കറന്റ് ആ ഒരു ഡേ ചാർട്ടിൽ പ്രീവിയസ് ആയിട്ടുള്ള 2 ദിവസം ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബുൾസിനെ സ്ട്രോങ് ആയിട്ട് ഇവിടെ പ്രൈസ് മൂവ് ചെയ്തു തുടങ്ങിയോ? ഇല്ല, ഒരിക്കലും. ഇതാണ് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബിയറിഷ് ക്യാൻഡിൽ. ആ ഒരു ബിയറിഷ് ക്യാൻഡിന്റെ ഉള്ളിൽ ഇൻസൈഡ് ആയിട്ടാണ് ഇപ്പോൾ 3 ക്യാൻഡിലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കൺഫേം ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എപ്പോൾ നമുക്ക് പറയാം 4118 മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ മാത്രമായിരിക്കും അത് ഒരു ബുള്ളി സ്ട്രക്ചറിലേക്ക് മാറി അല്ലെങ്കിൽ ഒരു ബയ്യേഴ്സ് കുറച്ച് സ്ട്രോങ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുവരെയും മാർക്കറ്റിൽ നമുക്ക് സെല്ലിനുള്ള അല്ലെങ്കിൽ ഷോർട്ട് ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് ഇപ്പോഴും സേഫ്. ഇനി നമുക്ക് ഇൻട്രാഡേ വ്യൂ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻട്രാഡേയിൽ നമുക്ക് മേജർ ആയിട്ട് വരുന്ന ഒരു സപ്ലൈ ലെവലാണ് ഈ ഒരു 4145 4122. ഈ ഒരു സപ്ലൈ ആ ഒരു ഇൻസൈഡായി നിന്ന് ആ ഒരു ക്യാൻഡിലിൻ്റെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ഹൈയുടെ തൊട്ട് മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈനെ ഇൻഡ്യൂസ് ചെയ്യുകയും ഈ ഒരു സപ്ലൈയിൽ നിന്ന് ആ ഒരു സെല്ലേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ബിയേഴ്സ് അവിടെ കയറി അവിടെ നിന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ താഴത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ഡൗൺ സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോണാണ് ഈ ഒരു മുകളിലെ സോൺ. ഇനി ഇതൊരു റെസിസ്റ്റൻസ് ആണ് 4096 4087. കറന്റ് പ്രൈസ് ആ ഒരു റെസിസ്റ്റൻസിലാണ് ടാപ്പിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സപ്ലൈ വലിയൊരു ഫോൾ ഉണ്ടാക്കിയ ഒരു സപ്ലൈ ആയിരുന്നു. അവിടെ തന്നെ വീണ്ടും പ്രൈസ് ടാപ്പിൻ ചെയ്തു. ഒരു ചെറിയ ഇൻഡ്യൂസ്മെന്റ് കഴിഞ്ഞിട്ടാണ് പ്രൈസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഒരു ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്. പ്രൈസ് പതിയെ ഒരു ഡൗൺ ട്രെൻഡ് ഈ ഒരു സപ്ലൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് കൺഫേം ആയിട്ടില്ല. ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെ പ്രൈസ് മേജർ ആയിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് ആണ് 4972 4959. ഓക്കെ, അല്ല ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാതെ ഇവിടെ തന്നെ നിന്ന് പ്രൈസ് നിൽക്കുകയാണെങ്കിൽ ബയ്യേഴ്സിന്റെ സ്ട്രെങ്ത് കൂടുകയും ബയ്യേഴ്സ് മുകളിലുള്ള ആ ഒരു ലിക്വിഡിറ്റികൾ ഹണ്ട് ചെയ്യാനായിട്ട് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇത് റെസിസ്റ്റൻസ് ആണ്, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. അതേപോലെ ഈ 2 ലെവലുകളിൽ നമുക്ക് ചെറിയ ബയ്യിങ്ങിന്റെ സ്കാൽപ്പ് നോക്കാൻ പറ്റുന്ന ഒരു സോണും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ലോട്ട് സൈസ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ നോക്കി റിസ്ക് മാനേജ് ചെയ്ത് സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യുക. ഹാവ് സേഫ് ട്രേഡ്.